യൂത്ത് കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ ഫണ്ടിനെ ചൊല്ലിയുള്ള നേതാക്കളുടെ ഉരുണ്ടുകളി തുടരുന്നു. മണ്ഡലം പ്രസിഡന്റുമാർ വയനാട് ഫണ്ട് ഇനിയും നൽകാനുണ്ടെന്ന യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ. ലഭിച്ച പണം മുഴുവൻ ബാങ്കിലുണ്ടെന്ന് രാഹുലിന്റെ വാദമാണ് ഇതോടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ പണമെല്ലാം ഉണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായ വിജയന്ത് ചുടനോട് ജില്ലയിൽ നിന്ന് എത്ര രൂപ ലഭിച്ചുവെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. അത് കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല. ഞാൻ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല ജില്ലയിൽ നിന്നുള്ളത്. പക്ഷേ ഏകദേശം ആ ഒരു കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിട്ടുണ്ട്. അത്രത്തോളം രൂപ ഞങ്ങൾ 5 നിയമസഭാ മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ശരാശരി 1 ലക്ഷം രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പറയുന്നത്. ഇവിടെയാണ് ചോദ്യമുയരുന്നത്. യൂത്ത് കോൺഗ്രസിന് ലഭിച്ച പണം മുഴുവൻ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് വിജയ് തന്നെ തുറന്നു സമ്മതിക്കുന്നു. മണ്ഡലം പ്രസിഡന്റുമാരോട് തുടർന്നും പണം ആവശ്യപ്പെടുന്നുണ്ടെന്ന്. ഇനിയും മണ്ഡലം പ്രസിഡന്റുമാർ ഈ പൂർത്തീകരിക്കാത്ത ചില മണ്ഡലങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നു. പക്ഷേ അതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ പൂർത്തീകരിച്ച് ആ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തു. യൂത്ത് കോൺഗ്രസിനെ അന്ധമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ന്യായീകരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലാണ് ആ പൈസ മുഴുവൻ വന്നത്. ആ ഡീറ്റെയിൽസ് മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഞങ്ങളെ കാണിച്ചു. അതിൽ നിന്നും ഈ വയനാട് സംഭവം തുടങ്ങിയിട്ട് അല്ലാത്ത ആവശ്യത്തിന് പോലും 1 രൂപ വിഡ്രോവലില്ല. 140 നിയമസഭാ മണ്ഡലത്തിൽ നിന്നായി 2,80,00,000 രൂപയായിരുന്നു യൂത്ത് കോൺഗ്രസ് സമാഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 1 വർഷം നീണ്ടുനിന്ന ധനസമാഹരണത്തിൽ ഇതുവരെ യൂത്ത് കോൺഗ്രസിന് നേടാനായത് 90 ലക്ഷത്തിൽ താഴെ മാത്രം രൂപയാണ്. യൂത്ത് കോൺഗ്രസിനെ ജനങ്ങൾ തിരസ്കരിച്ചതാണോ അതല്ല ലഭിച്ച പണം നേതാക്കൾ മുക്കിയതാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.